ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 8 വ്യാഴാഴ്ചയാണ്. നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നലത്തെ മെയ് 7 ബുധനാഴ്ച ദിവസത്തെ കേരള ബോക്സ് ഓഫീസിൽ ഓടിയ സിനിമകളുടെ കളക്ഷനും അതുപോലെ തന്നെ മലയാളം സിനിമകളുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനുമാണ്. ഇപ്പോൾ മെയിനായിട്ട് 4 സിനിമകളാണ് ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ലാലേട്ടൻ്റെ തുടരും, അതുപോലെ തന്നെ നസലിൻ്റെ ആലപ്പുഴ ജിംഖാന, പിന്നെ നമ്മുടെ സൂര്യയുടെ റെട്രോയും, പിന്നെ നാനിയുടെ ഹിറ്റ് 3യും. ഇപ്പോൾ ഈ 4 സിനിമകളുടെ കളക്ഷനാണ് മെയിനായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മുടെ തുടരും സിനിമയാണ്. തുടരും ഇപ്പോൾ ഡേ 14 ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലത്തെ കളക്ഷനാണ്, അതായത് ഡേ 13 വെനസ്ഡേ. കേരള ഗ്രോസ് വന്നിരിക്കുന്നത് 4 കോടിയാണ്. ഇന്നലെ രണ്ടാമത്തെ ആഴ്ചത്തെ 3ാമത്തെ വർക്കിംഗ് ഡേ ആയിട്ട് പോലും 4 കോടിയോളം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതൊരു ഭയങ്കര വലിയ ലോങ് റണ്ണിലേക്കാണ് പോകുന്നത്. ഉറപ്പായിട്ടും കേരള ഗ്രോസ് തന്നെ ഒരു 100 കോടി അടിക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. ഇന്നലത്തെ കേരള ഗ്രോസ് മാത്രം വന്നിരിക്കുന്നത് 4 കോടിയാണ്. ഒപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും, അതായത് കേരളത്തിന് പുറത്തുള്ള ബാക്കി സ്റ്റേറ്റുകളിൽ നിന്നും 20 ലക്ഷം രൂപയും, ഓവർസീസിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി $85,000, അതായത് ഏകദേശം 72 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഇന്നലെ മാത്രം ഡേ 13 മാത്രം 4,92 ലക്ഷം രൂപയാണ് തുടരും കളക്ഷൻ വന്നിരിക്കുന്നത്. ഒരു വലിയ കളക്ഷൻ തന്നെയാണ്. ഇനി ഇതുവരെയുള്ള മൊത്തം 13 ദിവസത്തെ മൊത്തം കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കേരള 80 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യ 15 കോടി 80 ലക്ഷം, ഓവർസീസ് 9.630 മില്യൺ, അതായത് ഏകദേശം 82 കോടി 10 ലക്ഷം. അങ്ങനെ ടോട്ടൽ 13 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 177 കോടി 90 ലക്ഷം രൂപ, അതായത് അറൗണ്ട് 178 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ടോപ്പ് 3 സിനിമയായി മാറിയിരിക്കുന്നു. 2018 175 കോടി 50 ലക്ഷം എന്ന് പറഞ്ഞ റെക്കോർഡിന് ഇന്നലെ കൊണ്ട് തന്നെ മറികടന്നിരിക്കുന്നു. അപ്പോൾ ഇന്നുകൊണ്ട് 180 കോടിയും വേൾഡ് വൈഡ് മറികടക്കും. ഇനി നമ്മുടെ അടുത്ത സിനിമ നമ്മുടെ ആലപ്പുഴ ജിംഖാനയാണ്. ആലപ്പുഴ ജിംഖാന ഓൾമോസ്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഇപ്പം സിനിമ റിലീസ് ചെയ്തിട്ട് 28 ദിവസമായി. അപ്പോൾ ഡേ 28 കളക്ഷൻ നോക്കുവാണെങ്കിൽ കേരള 7.5 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തെലുങ്ക് വേർഷൻ ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിൽ ഓടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ ഇന്നലത്തെ വന്നിരിക്കുന്നത് 7 ലക്ഷം രൂപയാണ് തെലുങ്ക് വേർഷൻ്റെ. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഇന്നലെ ആലപ്പുഴ ജിംഖാന കളക്ട് ചെയ്തത് 18 ലക്ഷം രൂപയാണ്, എല്ലാം കൂടി ചേർത്ത്, ഓവർസീസും റെസ്റ്റ് ഓഫ് ഇന്ത്യ എല്ലാം കൂടി ചേർത്ത്. അങ്ങനെ മൊത്തം ആലപ്പുഴ ജിംഖാന 28 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ട് ചെയ്തിരിക്കുന്നത് 70 കോടി 1 ലക്ഷം രൂപയാണ്, അതായത് 70 കോടി വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്നിരിക്കുന്നു. ഉറപ്പായിട്ടും ഇതൊരു ബ്ലോക്ക് ബസ്റ്ററാണ്, നസ്ലിൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ്. ഇനി അതിനുശേഷം നമ്മുടെ സൂര്യയുടെ റെട്രോയാണ്. വളരെയധികം നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയ സിനിമയാണ്. സ്റ്റിൽ ഇപ്പോഴും കേരളത്തിൽ കുഴപ്പമില്ലാത്തൊരു ഹോൾഡ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഡേ 7 ആണ്. ഡേ 7 കേരള കളക്ഷൻ വന്നിരിക്കുന്നത് 16 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടൽ 7 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 4 കോടി 87 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ അന്യഭാഷാ സിനിമയിൽ 2ാം സ്ഥാനത്താണ് ഈ വർഷത്തെ. അപ്പോൾ ഇതിന് മുകളിലുള്ളത് നമ്മുടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലിയാണ്. അതിൻ്റെ 5 കോടിയാണ് കളക്ഷൻ. അപ്പോൾ അതിലേക്ക് എത്താൻ വെറും 13 ലക്ഷത്തിൻ്റെ കുറവേ ഉള്ളൂ. അതെന്തായാലും ഉറപ്പായിട്ടും മറികടന്ന് ഈ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ അന്യഭാഷാ സിനിമ ആകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നമ്മുടെ അടുത്ത സിനിമ നോക്കുവാണെങ്കിൽ നമ്മുടെ നാനിയുടെ ഹിറ്റ് 3 ആണ്. ഹിറ്റ് 3യും റെട്രോടൊപ്പം തന്നെയാണ് റിലീസ് ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ച. ഹിറ്റ് 3യുടെ കേരള ഡേ 7 കളക്ഷൻ വന്നിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടൽ 7 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 1 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 കോടി മാർക്ക് കേരളത്തിൽ മറികടന്നിരിക്കുന്നു. ഹിറ്റ് 3യും കേരളത്തിൽ കുഴപ്പമില്ലാത്തൊരു ഹോൾഡാണ്. ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാകുമെന്ന് അറിയില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ തീരുവാണ്. അപ്പം നമുക്ക് പുതിയ സിനിമകളുടെ കളക്ഷനും ഒക്കെ ആയിട്ട് നാളെ രാവിലെ കാണാം.